വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ അഫാൻ കൊലപ്പെടുത്തിയ ലത്തീഫ്, സാജിദ ബീഗം, സൽമ ബീവി എന്നിവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇപ്പോൾ അഫാന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. എത്രയും വേഗം തന്നെ ഇയാളുടെ രക്തസാമ്പിളുകൾ ലഹരി ഇയാൾ ഉപയോഗിച്ചിരുന്നു എന്നറിയാനായി പരിശോധിക്കും എന്നറിയാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇനി ഉണ്ടാകുക? ദേവിക, കഴിഞ്ഞ ദിവസം തന്നെ ഈ രക്തസാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലം വന്നാൽ മതിയാകുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വിഷം കഴിച്ച ആളാണ്. അയാൾ കൊലപാതകയാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി. അതുകൊണ്ട് തന്നെ രോഗിക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനയും ആശുപത്രിയിൽ നിന്ന് കൊടുക്കേണ്ടതുണ്ട്. അത് ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായ ഒബ്സർവേഷനിൽ 24 മണിക്കൂർ ഇരുത്തേണ്ടതുണ്ട്. ഇത് പോലീസ് പാലിക്കുമോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ പാലിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതോ ആരോഗ്യനില പരിശോധിക്കുമ്പോൾ തൃപ്തികരമാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇയാളെ പോലീസിന് കൈമാറുമോ? അത്തരം സംശയങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും പ്രതി ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 1-ാം വാർഡിലെ പോലീസിൻ്റെ പ്രത്യേക ഐസൊലേഷൻ സെല്ലിൽ തന്നെ തുടരുന്നുണ്ട്. അവിടെയാണ് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത്. അതീവ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് അതീവ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ഇയാളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം ജനറൽ വാർഡിൽ 1-ാമത്തെ വാർഡിൽ തന്നെ ഇയാളെ നിരീക്ഷണത്തിൽ വെച്ച സമയത്തേക്ക് കൂട്ടിരിപ്പുകാരൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്ന് ഇയാളെ കാണുകയും ഒക്കെ അതിനൊക്കെ അല്ലെങ്കിൽ അവരെ അവിടുന്ന് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള ശ്രമം നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് ഇയാളെ പോലീസിൻ്റെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് പോയത്. ഇപ്പോഴും ആ സെല്ലിൽ തന്നെയാണ്. ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിലൊക്കെ കാവലുണ്ട് ഈ സെല്ലിന് എന്നുള്ളതാണ്. ഈ സെല്ലിൽ നിന്ന് എപ്പോൾ പുറത്തിറക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. പ്രാഥമികമായി വലിയ പ്രശ്നങ്ങളൊന്നും അയാൾക്കില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇനി അറിയേണ്ടത് പോലീസ് എപ്പോഴായിരിക്കും ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ന് ആശുപത്രിയിൽ വെച്ച് തന്നെ മൊഴി രേഖപ്പെടുത്തുമോ, അതോ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി ഈ പ്രതിയെ പോലീസിന് വിട്ടു നൽകുന്നതിന് പ്രശ്നമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മൊഴിയെടുക്കുമോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ചോദ്യം. എന്തായാലും പ്രതി ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ്. അയാൾ അല്പം മുൻപ് നമ്മളൊരു മെഡിക്കൽ കോളേജിലൊരു ഉദ്യോഗസ്ഥരോട് സംസാരിച്ച സമയത്ത് പറഞ്ഞത് അയാൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കണ്ണു തുറന്ന് തന്നെയാണ് കിടക്കുന്നത്, വലിയ വികാര വിക്ഷോഭങ്ങളോ അത്തരത്തിലുള്ള പ്രകടനങ്ങളോ ഒന്നും കാണുന്നില്ല, ആൾ വളരെ സൈലൻ്റായി അവിടെ കിടക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ദേവിക. ശരി പ്രജിത്ത്, അതോടൊപ്പം തന്നെ അഫാന്റെ മാതാവിൻ്റെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. നേരിയ പുരോഗതിയെങ്കിലും ആരോഗ്യനിലയിലുണ്ടോ? അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി. ദേവിക, അഫാൻ ചികിത്സയുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അഫാൻ്റെ മാതാവ് ചികിത്സയിലുള്ളത് വെഞ്ഞാറമൂട് ഗോകുല മെഡിക്കൽ കോളേജിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു എന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ചെറിയ ഒരു വ്യത്യാസം ഉണ്ട്. നേരത്തെ വളരെ ഗുരുതരമായ സാഹചര്യമാണെങ്കിൽ അതിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് ആശുപത്രിയിൽ നിന്നും നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും പരിക്ക് മാരകമായതിനാൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്.